സർ സർ ആരാ വേണ്ടത്? നമസ്കാരം സർ. നമസ്കാരം. ജോലിക്ക് ആള് വേണമെന്ന് ചോദിച്ചിരുന്നു. പലചരക്കടയിലെ ചേട്ടനാ പറഞ്ഞത്. ഓക്കെ. നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓ, ശമ്പളം എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ ജോലി കണ്ടിട്ട് സാറ് തന്നെ എനിക്ക് തന്നാ മതി. ശരി, അകത്തോട്ട് വരൂ. എന്താ പുറത്തുനിന്ന് നിൽക്കുന്നത്? അകത്തോട്ട് വരൂ. നിങ്ങൾ വീട്ടുജോലി, പാചകം എല്ലാം ചെയ്യുമല്ലോ അല്ലേ? ചെയ്യും സർ. ഇവിടെ തുണി അലക്കണം, പാത്രം തേക്കണം, വീടൊക്കെ അടിച്ചു വാരി തുടയ്ക്കണം, എല്ലാ ജോലിയും ചെയ്യുമല്ലോ അല്ലേ? എല്ലാ ജോലിയും ഞാൻ നന്നായിട്ട് ചെയ്യും സർ. ഓക്കെ, ശരി. മാസം നിങ്ങൾക്ക് ഞാനൊരു 10,000 ശമ്പളം തരാം. ഓക്കെ അല്ലേ? ഓക്കെ സാറേ. ഇവിടെ മൊത്തം 3 റൂമുണ്ട്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു റൂമിൽ ഇവിടെ തന്നെ താമസിച്ച് ജോലി ചെയ്യുകയാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ദിവസേന വീട്ടിലേക്ക് പോയിട്ട് ജോലി ചെയ്യുകയാണെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. അല്ല, മോർണിംഗ് വന്ന് ഈവനിങ് വരെ ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാൻ വീട്ടിൽ പോയിക്കോളാം. ഓക്കെ, ശരി. നിങ്ങളെക്കുറിച്ച് പറയൂ. എന്നെക്കുറിച്ച് പറയാനൊന്നുമില്ല. എന്റെ നാടൊരു ചെറിയ ഗ്രാമോ. ജോലി ചെയ്ത് ജീവിക്കാനാ ഇങ്ങോട്ട് വന്നേ. ഓക്കെ, ശരി. പിന്നെ ജോലിക്ക് നിങ്ങൾ എന്ന് മുതലേ വരുന്നേ? നാളെ മുതൽ തന്നെ വന്നേക്കാം. ഓഹോ, ശരി. നാളെ മുതൽ തന്നെ വന്നാൽ മതി. ശരി സാറേ, വളരെ നന്ദി. അകത്തോട്ട് വരൂ. ചെന്ന് ജോലി എടുക്കുക. സാറേ, സാറേ എഴുന്നേക്ക്. ചായ നല്ല രസമുണ്ട്. ശരി സാറേ, ഞാൻ പോയി സാറിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം.
സാറേ സാറേ ആ? ഭക്ഷണം റെഡിയായി, വന്ന് കഴിച്ചോളൂ. ശരി. ഉം. ആ, ഇന്നെന്താ സ്പെഷ്യൽ? ദോശയും ചമ്മന്തിയാ സാറേ. ദോശ നല്ല രസമുണ്ട്. താങ്ക്സ് സാറേ. സാറേ സാറേ എഴുന്നേക്ക്. ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? മട്ടൻ ബിരിയാണി ഉണ്ടാക്ക. ഉം, മട്ടനെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു തരാം. ഉം. ശരി സാറേ. ഉം. അന്ന് നിന്നെക്കുറിച്ച് മുഴുവനായിട്ടൊന്നും പറഞ്ഞില്ല. എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ ഒന്നുമില്ല സാറേ. ഞങ്ങളുടെ ഗ്രാമത്തിൽ ജീവിക്കാൻ വഴിയില്ലാത്തോണ്ട് ഞാൻ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നത്. ഉം. 2 വർഷം മുമ്പ് എൻ്റെ കെട്ടിയോൻ മരിച്ചുപോയി സാറേ. അയ്യോ പാവം. സോറി ട്ടോ. സാരമില്ല സാറേ. ഒരു മിനിറ്റ്, ഞാൻ പോയി ആരാന്ന് നോക്കിയിട്ട് വരാം.